അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ചെയ്യാനുണ്ട്. ഭയങ്കര കാര്യമായിട്ടുള്ള ഫേസ് പാക്ക് ഒന്നും അല്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ഒരു രണ്ടോ മൂന്നോ ചേരുവകൾ മാത്രം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നേക്കാളും റിസൾട്ടാണ്. ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറും, മെലാസ്മ മാറും. പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ഭയങ്കരമായിട്ട് ഫേസ് പിഗ്മെന്റഡ് ആവും. അങ്ങനെയുള്ള എല്ലാ പിഗ്മെന്റേഷനും അതിൽ കൂടെ വരുന്ന സ്പോട്സും കംപ്ലീറ്റ് മാറുന്ന ഒരു മാജിക് ക്രീമാണ് ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും കെമിക്കൽസ് ഇല്ല, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്കിനി നോക്കാം. അപ്പം നമ്മളിവിടെ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് എടുക്കാം. അത് നമ്മൾ സാധാരണ തോരത്തിനൊക്കെ ചിരകി എടുക്കുമല്ലോ, ഗ്രേറ്റ് ചെയ്തെടുക്കുക. ആ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇനി ചില ക്യാരറ്റിലാണെങ്കിൽ ഇത്രയും ജ്യൂസ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം കട്ടിയുള്ള രീതിയിൽ തന്നെ അരച്ചെടുക്കാം. ഇത് ഒന്ന് അരിച്ചെടുക്കണം, ഒട്ടും തരിതരിപ്പില്ലാതെ അരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഈ ഒരു സമയത്തൊന്നും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. ഇതിൻ്റെ അളവ് വരുന്നത് 1 കപ്പ് ക്യാരറ്റ് ജ്യൂസിൽ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഈ സമയം ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. ജസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളം ചേർക്കാതെ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ജ്യൂസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺഫ്ലോർ ഇതുപോലെ മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ടയെല്ലാം മാറി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ സമയം ആഡ് ചെയ്യേണ്ടതില്ല. ഇനി ഇത് കൈ എടുക്കാതെ നമ്മൾ കുറുക്കി കൊടുക്കുക. കാരണം കോൺഫ്ലോർ ചേർത്തോണ്ട് തന്നെ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. കട്ട പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ഭയങ്കര ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് മീ, അത്രയ്ക്ക് അടിപൊളി റിസൾട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇത് കുക്കായി വരുംതോറും ഇതിൻ്റെ കളർ ചേഞ്ചായി വരും. സത്യത്തിൽ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ബീറ്റർ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ബീറ്റ് ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ നല്ല സൂപ്പർ കളറിൽ വരും കേട്ടോ. ഈ ഒരു ഷെയ്ഡല്ല, ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലോട്ട് വരും. നല്ല ഭംഗിയാണ്. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീം പോലെ ഇരിക്കും. അത്ര അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ, സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഡാർക്ക് ഓറഞ്ച് കളറിലോട്ട് മാറും. ഈ തിളയ്ക്കുന്നതിനനുസരിച്ച്, അത് കുക്ക് ആവുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ മാറി മാറി വരും. നമുക്ക് ഒരുപാട് നാളിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതായത് ഫ്രിഡ്ജിലോ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് വെക്കുവാണെങ്കിൽ കുറേ നാളിത് കേടാവാതിരിക്കും. നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അത്രത്തോളം ക്വാണ്ടിറ്റിയിൽ വരണം, കുറച്ച് ക്വാണ്ടിറ്റി മതി നമ്മൾ ഫേസിൽ ഇടാനായിട്ട്. ഫേസിൽ മാത്രമാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ബോഡിയിൽ എവിടെ വേണമെങ്കിലും ഇടാം കേട്ടോ. നല്ലതാണ്, ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് രാത്രി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. രാത്രി യൂസ് ചെയ്തിട്ട് 1 മണിക്കൂർ അരമണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം പോലെ എടുത്തതിന് ശേഷം നമുക്ക് കഴുകി കളയാം. അപ്പോൾ അത്യാവശ്യം നല്ല കുറുകിയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. നല്ലൊരു ജെല്ലി പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ കുറുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കിട്ടുക. ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ ഇത് സ്കിന്നിന് ഭയങ്കര ബെനിഫിറ്റാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഒരിക്കലും ഡയറക്റ്റ് യൂസ് ചെയ്യരുത്. ഇങ്ങനെയുള്ള പാക്കുകളിൽ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് വേണം എപ്പോഴും ഇങ്ങനെയുള്ള ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ ആ ഒരു കൺസിസ്റ്റൻസി കാണിക്കുകയാണ്. നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. കറക്റ്റാണ്, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പൂനാണ്. അപ്പൂനും ബോഡിയിൽ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നെക്കിലും ഫേസിലും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സൂത്തിങ് എഫക്റ്റ് ആണ് കേട്ടോ ഇത് ഇടുമ്പോഴത്തേക്കും. നിങ്ങൾക്ക് ഇട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. പുറത്തുനിന്ന് ഹൈ കെമിക്കൽസ് വാങ്ങിച്ച് നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്നേക്കാൾ എപ്പോഴും നല്ലത് വളരെ റേറ്റ് കുറവിൽ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഡ്രൈ ആയതിനു ശേഷം നമുക്കിനി ഇത് കഴുകി കളയാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ നമ്മളെ വിന്നർ ആരാന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 154 കമൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തവരിൽ നിന്ന് നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം. ഓക്കെ, ഷാഹിനയാണ്. കൺഗ്രാജുലേഷൻ. അപ്പോൾ വിന്നറിന് കൺഗ്രാജുലേഷൻസ്. ഇതുപോലെ നിങ്ങൾക്ക് വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് റാൻഡമായിട്ട് ഒരു വിന്നറിനെ തിരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എനിക്ക് എന്താണ് വരുമാനം കിട്ടി അതിൻ്റെ ഒരു പങ്ക് നിങ്ങളിലോട്ടും ഞാൻ എത്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോയിലാണ്, കുട്ടികൾക്കും നമുക്ക് യൂസ് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ആണ്. ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സ് വഴി ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.